മക്കളെ, ജൂൺ 3-ാം തീയതി, അതായത് 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും കണ്ട സന്തോഷം നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? പക്ഷെ മിസ്സേ, നമ്മളെ പല മക്കൾക്കും ഇന്ന് സ്കൂളിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് കേരളത്തിലെ അനേകം ജില്ലകളിൽ മഴക്കെടുതി കാരണം ധാരാളം വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സോ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. അതെ, ജൂൺ 4-ാം തീയതി, അതായത് നാളെ നമ്മളെ ഇന്ത്യൻ ജനത കാത്തിരുന്ന ആ ഒരു ചൂടേറിയ ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അല്ലെ? ഈ ഒരു ദിവസം സ്കൂളുകൾക്ക് അവധിയാണോ എന്നുള്ളത് ധാരാളം വിദ്യാർത്ഥികളുടെ സംശയമാണ്. ഈ സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ നാളെ, അതായത് ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസം സ്കൂളുകൾക്ക് അവധിയാണ്. പക്ഷേ എല്ലാ സ്കൂളുകളും അവധിയല്ല. അതെ, എല്ലാ സ്കൂളുകൾക്കും അവധിയില്ല. ഏതൊക്കെ സ്കൂളുകൾക്കാണ് അവധി എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് ഏറ്റവും ആദ്യം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, അപ്പൊ ഏതൊക്കെ സ്കൂളുകൾക്കാണ് അവധി എന്ന് നമുക്ക് നോക്കാം അല്ലെ? സെന്റ് അലോഷ്യസ് HSS തങ്കശ്ശേരി കൊല്ലം, കേന്ദ്രീയ വിദ്യാലയ ചെന്നീർക്കര പത്തനംതിട്ട, സെന്റ് ജോസഫ് HSS ആലപ്പുഴ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൈനാവ് ഇടുക്കി, സെന്റ് ജോസഫ് HSS തൃക്കാക്കര എറണാകുളം, JDT ഇസ്ലാം വെള്ളിവാടുകുന്ന് കോഴിക്കോട് ആൻഡ് വടകര, അൽഫോൺസ് സീനിയർ HSS കോരങ്ങാട് വയനാട്, മാർത്തോമ HSS ചുങ്കത്തറ വയനാട്. അപ്പൊ ഈ ലിസ്റ്റ് ചെയ്ത സ്കൂളുകൾക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്കൂളുകളാണ് കറന്റ്ലി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം ഈ സ്കൂളുകളാണ് നമ്മുടെ കൗണ്ടിംഗ് സെന്റേഴ്സ് ആയിട്ടുള്ളത്. സോ ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം ആൻഡ് അതേപോലെ നോട്ടിഫിക്കേഷൻ ബാറും ഓൺ ചെയ്ത് വെച്ചോളാം. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.